ഹലോ. അപ്പോൾ ഞാനും എമ്മിക്കുട്ടനും രാത്രിയാണ് കേട്ടോ. നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ. മഴയൊക്കെ പെയ്ത് തോർന്നു പോയി. ഇപ്പോൾ രാത്രിയാണ്, 8 മണി ആയിട്ടുണ്ടാവും. രാത്രി 8 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ എമ്മിക്കുട്ടന് മാമ്പഴ പുളിശ്ശേരി വേണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കി വെച്ചാൽ എന്താണെന്നറിയോ, നാളേക്കൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് കൂടും മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ച് മാങ്ങയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഈ മാങ്ങ എന്താ കൂട്ട, പിന്നെ മാങ്ങ പല സൈസ് മാങ്ങ എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ മാങ്ങയൊന്നും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റൂല. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുണ്ടാവും. എല്ലാവർക്കും അറിയുണ്ടാവും. പിന്നെ ഈ അതിനായിട്ടുള്ള മാങ്ങകളുണ്ട്. ഇത് പിന്നെ നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ്. അപ്പോൾ ഇത് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ മൂവാണ്ട മാങ്ങ ഉണ്ട്, വേറൊരു മാങ്ങ ഉണ്ട്, കോമാങ്ങ ഉണ്ട്. ഇതൊക്കെ പാടിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണത്. ഇത്രയും എടുത്തിക്കണ് ഞാൻ മാങ്ങ അയ്യമ്മിക്കുട്ട. അപ്പൊ അതാ നമ്മളെ മാങ്ങയാണ് ഇത് ആദ്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ ഞാനിതാ ഇത് ചെത്താൻ പറ്റൂല എന്നാ പറയാ. ചെത്താതെ ഇങ്ങനെ ഉരിഞ്ഞെടുക്കണം എന്നാണ് പറയട്ടോ. തോലി അയ്യമ്മിക്കുട്ട ഇങ്ങോട്ട് ഇവിടെ നിന്നേ അമ്മമാര്. അപ്പോ എന്താ ചെയ്യാ, ഇങ്ങനെ ചീന്തിരിക്കുക. ഇങ്ങനെ ചീന്തിരിക്കുമ്പോ ഈ മാങ്ങക്കൊക്കെ എന്ന് പറയുമ്പോ ഈ തോലുമ്മേ ഒരുപാട് പഴുപ്പ് പോകും. അത് നോക്കിയിട്ട് കാര്യല്ല, അത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ദിമണ്ട്. കണ്ടോ, നല്ല പഴുപ്പുണ്ട് ദിമ. അത് നോക്കിയിട്ട് കാര്യം. അപ്പൊ ഇത് എല്ലാം ഇങ്ങനെ പൊളിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് അടങ്ങിന്നേ എല്ലാം പൊളിച്ചെടുക്കട്ടെ. അപ്പൊ അതാ ഞാൻ മാങ്ങയൊക്കെ തൊലി കളഞ്ഞെടുത്തിരിക്കുന്നു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇങ്ങോട്ട് ചീന്തി. ഞാൻ പറഞ്ഞല്ലോ ഇതല്ല ശരിക്കും മാങ്ങ ഏതും പറ്റും. ഇത് പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ ഏത് മാങ്ങയും മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റാണ്. പക്ഷെ ചെറിയ മാങ്ങ എവിടെ നല്ലത്. അപ്പൊ നമ്മളെ മാങ്ങയാണിത്. അപ്പോൾ ഇത് പഴുത്തപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ പഴുപ്പ്, ഇതിന്റെ തൊലിയുമ്പോൾ കൂടെ പഴുപ്പ് കേട്ട് പോയപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പൊ ഞാനൊക്കെ തൊലി ചെത്തിയത്. അപ്പോൾ ഈ മൂവാണ്ട മാങ്ങ ഉണ്ട് ഇതിൽ, നല്ലോണം പഴുത്താണ്, നല്ല മധുരമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് ദിമക്ക തൈരിൻ്റെയും ശർക്കരൻ്റെയും എന്താ പറയുക പുളി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യട്ടോ. അപ്പം ഇനി എല്ലാവരും ചോദിക്കും, താത്ത വീട് കയറി താമസം കഴിഞ്ഞോ? ഇല്ല. അപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ വീടിൻ്റെ, നമ്മളെ പുതിയ വീടിൻ്റെ ഉൾഭാഗത്തത്തെ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഷെഡ് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെഡ് പൊളിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, കടത്തതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടുണ്ട്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടില്ല. ഹൗസ് വാമിങ് കഴിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ, നമ്മളെ അടുക്കള ഉണ്ടാക്കണം. അപ്പോൾ അടുക്കള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ അടുത്ത് നമുക്ക് ഹൗസ് വാമിങ് നടത്തണം. അതിന് അടുക്കളപ്പണി തുടങ്ങിയിട്ടില്ല. അടുക്കളപ്പണി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുക്കളക്ക് എന്താ പറയുക കുറ്റി അടുക്കൊക്കെ ചെയ്തിട്ടുള്ളൂ, പണി ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം നേരെ 8 മണി എന്നുള്ളത് 8:30 ഇതൊക്കെ ചെത്തി ദൂരം കഴിഞ്ഞ് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചിട്ട് വേണം കടന്ന് ഉറങ്ങണമെങ്കിൽ. അപ്പോൾ രാവിലേക്കൊക്കെ ഇത് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ മാമ്പഴ പുളിശ്ശേരി എന്ന് കാണാൻ എല്ലാവരും വരി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കലുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനേ ഇതാ ഞാൻ മാങ്ങ അങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിക്കണ്, ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ നല്ലോണം പഴുക്കാത്ത മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് നല്ലോണം ഒന്ന് വേവണം. നല്ലോണം പഴുത്തത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ നല്ലോണം പഴുക്കാത്തതൊന്ന് വേവിച്ചെടുക്കട്ടെ. നല്ലോണം പഴുത്തത് ഇത്ര തന്നെ വേവിക്കേണ്ട കാര്യമല്ല. ഇത്രയും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല പഴുത്തതാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് അളിഞ്ഞു പോകും. അപ്പോൾ ഇതാദ്യം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. എനിക്കുണ്ടല്ലോ മാമ്പഴ പുളിശ്ശേരി നല്ല എരിവ് വേണം കേട്ടോ. അതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കുറച്ച് മുളക് ഇടുന്നുണ്ട് കേട്ടോ. മുളകും പൊടി ഇട്ടെടുത്തു. പിന്നെ നമ്മൾ പോരാത്തതിലേക്ക് പച്ചമുളക് ഇടുവേ. പച്ചമുളക് ഞാനിവിടെ നമ്മുടെ വീട്ടിലുണ്ടായ തന്നെയാണ്, നല്ലോണം മൂത്തതാണ്, എരിവുള്ളതാണ്. അതും ഇട്ടെടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് പാകത്തിന് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ കല്ലുപ്പ്, ഞാൻ എൻ്റെ കയ്യൊക്കെ കഴുകിയിട്ട് ഉടച്ചിട്ടാണ് കല്ലുപ്പ് എടുക്കൽ. ഉപ്പ് കയ്യുമായ കൈൻ്റെ വിരലിൻ്റെ നഖം പെട്ടെന്ന് വളരൂല എന്ന് പറയും. എൻ്റെ ഉമ്മയൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കൈ കൊണ്ട് തന്നെയാണ് ഉപ്പ് എടുക്കുക. അപ്പോൾ അത് സത്യം തന്നെയാണ് കേട്ടോ. കാരണം പിന്നെ കൈ കൊണ്ട് നമ്മൾ
ഉപ്പെടുത്താൽ വലത് കൈയിൻ്റെ നഖം അങ്ങനെ പെട്ടെന്ന് വളരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊരു നല്ല ഒരു മെസ്സേജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പഴുത്ത മാങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല, നല്ലോണം പഴുത്ത മാങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല. നല്ലോണം പഴുത്ത മാങ്ങ അത് അവിടെ ഉണ്ട്. ആദ്യം ഇതൊന്ന് വെന്തിട്ട് ഇപ്പോൾ മഞ്ഞളും മുളകും പച്ചമുളകും ഉപ്പിട്ടു. ഉപ്പൊക്കെ നമുക്ക് പാകത്തിനാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെന്തിട്ട് നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതാ ഞാൻ പനഞ്ചക്കരയാണ് ഇടാൻ പോണത് കേട്ടോ. ശർക്കരക്ക് പകരം പനഞ്ചക്കരയാണ്, നല്ല ശർക്കരയാണ്. പനഞ്ചക്കര ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ശർക്കര ഇട്ടാലും മതി. എൻ്റെ അടുത്ത് കയ്യിൽ ഉണ്ടായപ്പോൾ പനഞ്ചക്കരയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പഴുത്ത മാങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വെന്ത് കലങ്ങണ്ട വിചാരിച്ചിട്ടാണ് ഫസ്റ്റിൽ നമ്മളിത് ഇട്ട് കൊടുക്കാവുന്നതേ. ഇപ്പം അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം പോരാ. അപ്പോൾ ശർക്കരയും ഇതിലൊക്കെ കിടന്ന് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ കേട്ടോ. അടച്ച് വെക്കാം. അപ്പോൾ നല്ലോണം വേവണം. വെന്തിട്ട് നമ്മളിത് മാങ്ങ കഴിക്കുമ്പോഴേ, മാമ്പഴപ്പുളിശ്ശേരി കഴിക്കുമ്പോൾ ആ മാങ്ങേൻ്റെ അണ്ടിമെന്ന് ആ കാമ്പൊക്കെ ഇങ്ങോട്ട് നമ്മുടെ വായിൽ ഇങ്ങോട്ട് പോരണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ഞാൻ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാനത് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നല്ല ജീരകവും ഒരു കുഞ്ഞു മുറി നാളികേരം ഞാൻ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാനേ നാളികേരം അരക്കുന്നത് നല്ല കട്ട തൈരിലാണ് കേട്ടോ. നല്ല പുളിയില്ല, ഒരു പാകത്തെ പുളിയില്ല തൈരിലാണ് ഈ നാളികേരം അരക്കാൻ പോണത്. അപ്പോൾ തൈര് എന്ന് പറയുന്നത് മാമ്പഴപ്പുളിശ്ശേരിക്ക് മസ്റ്റായിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മാമ്പഴപ്പുളിശ്ശേരി നമ്മളിത് അരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഈ മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാക്കണ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടായിട്ട് ഇതൊന്ന് എന്താ പറയുക വറുത്തെടുക്കണം. കടുകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തുമ്മിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ചിട്ടേ ഇതിൽ നമുക്ക് കടുകും ഉള്ളി വേണ്ട, കടുകും കറിവേപ്പിലയും മുളകും വറുത്ത് ഇടാം. അപ്പം അതാ ഈ നെയ്യ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എരിവും ഉപ്പും പുളിയും എല്ലാം പാകമാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇഷ്ടമായോ? മാമ്പഴപ്പുളിശ്ശേരിൻ്റെ വീഡിയോ ഇഷ്ടമായോ? അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മറക്കാതെ ഇതുപോലെ ഈ മാമ്പഴം തീരുന്നതിൻ്റെ മുന്നേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ.